നമസ്കാരം. ഈയിടെ നമ്മൾ കുറെ തട്ടിപ്പുകളും അതുപോലുള്ള സ്കാമുകളൊക്കെ നമ്മൾ കേരളത്തിൽ അധികമായി കണ്ടുവരുന്നു എന്നൊരു വാർത്ത നമ്മൾ എല്ലാവരും കേട്ട് കാണുമല്ലോ. കാരണം എന്താണ്? ഇത് ഓണക്കാലമാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ കുറെ ഓഫറുകളും അതൊക്കെ വെച്ച് കുറെ പേർ ഈ ഒരു അവസരം വളരെയേറെ മുതലാക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓണക്കാലത്ത് എന്താണ് പ്രത്യേകത എന്ന് നോക്കുകയാണെങ്കിൽ, ഓണക്കാലമാകുമ്പോൾ നമ്മളെല്ലാവരും കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യും. കാരണം ഡ്രസ്സ് മേടിക്കാൻ, വീട്ടിലെ സാധനങ്ങൾ മേടിക്കാൻ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി നമ്മൾ കൂടുതൽ പൈസ നമ്മൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും എന്നാണ് അതിന്റെ സത്യാവസ്ഥ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഓണക്കാലത്ത് കുറെ ഓഫേഴ്സുകളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നൊരു കാലമാണല്ലോ. അതുകൊണ്ട് നൂറുകണക്കിന് ഓഫറുകളും അവയൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ആൾക്കാർ കൂടുതൽ ഓഫർ കിട്ടുന്ന ഒന്നിലേക്കാണ് ചാടി പോവുക. നമുക്കറിയാം, ഇപ്പോഴത്തെ കാലത്ത് ആൾക്കാർ പുറത്തു നിന്നല്ല സാധനം അധികം മേടിക്കാറ്. അതായത് നമ്മൾ വീട്ടുമുറ്റത്ത് ഫുഡ് ഓർഡർ ചെയ്യുന്നു, വീട്ടുമുറ്റത്ത് എത്താൻ നമ്മൾ സാധനങ്ങൾ, ഹോം അപ്ലയൻസസ് ഓർഡർ ചെയ്യുന്നു. പിന്നെ അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് വീട്ടിലിരുന്നു കൊണ്ട് നമ്മുടെ മൊബൈൽ ഫോണിലാണ് ചെയ്യുന്നത് എന്നുള്ളത് സത്യാവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ഹാക്കേഴ്സിനും അതുപോലുള്ള ആൾക്കാർക്കൊക്കെ ഇത് കൂടുതൽ എളുപ്പമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. കാരണം ഇങ്ങനെ പറയാം, 50% ഓഫിൽ നിങ്ങൾക്ക് ഈ സാധനം മേടിക്കാമെന്നും പറഞ്ഞ് ഒരു ലിങ്ക് അയച്ച് തരികയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ലിങ്ക് വഴി നമ്മുടെ പൈസ എങ്ങനെയാണ് പോകുന്നതെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും. ഈ നമ്മൾ അതായത് ഇങ്ങനെ പറയുന്നു, 15,000 രൂപയുടെ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് 5,000 രൂപയ്ക്ക് ലഭിക്കുന്നു, ഓണത്തിന്റെ ഓഫറാണ് എന്ന് പറഞ്ഞ് വാട്സപ്പിൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കുന്നു. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയും അതിൽ പൈസ അയക്കുകയും ചെയ്യുകയാണെങ്കിൽ അവരുടെ ഡീറ്റെയിൽസോ ഒരു സാധനമോ ഒന്നും കാണാൻ പറ്റാത്ത രീതിയിലേക്ക് മാറുകയും നിങ്ങളുടെ പൈസയും ആ പ്രൊഡക്റ്റും പോവുകയാണ് ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് അവർ ഈ ഒരു ലിങ്ക് വെച്ചും ഈ ഒരു ഓഫർ വെച്ചും ഈ ഒരു കാലത്ത് ഈ ഒരു സ്കാം നടത്തുന്നത് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഡൊമൈൻ, അതായത് ഈ ഒരു വെബ്സൈറ്റ് ഫേക്ക് ആണോ അല്ല എന്ന് പറയാൻ സാധിക്കുക? അഥവാ നമ്മളിപ്പോൾ ഒരു ലിങ്ക് ഞെക്കി ആ ഒരു വെബ്സൈറ്റിലേക്ക് കയറിയെന്ന് വെക്കുക. ഇപ്പോൾ അഥവാ ഒരു ഫേക്ക് വെബ്സൈറ്റ് ആണെങ്കിൽ അതിന് ഡൊമൈൻ എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ flipkart.com, amazon.com എന്ന് പറയുന്ന ഡൊമൈൻ എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. നമുക്ക് വേണമെങ്കിൽ ഐക്കൺസും അതുപോലുള്ള ഐക്കൺസ് ഒക്കെ ഒരുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിലും ആ ഒരു ഡൊമൈൻ ഒരേപോലെ ഒരിക്കലും ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ആദ്യം ഒരു വെബ്സൈറ്റിൽ കയറുമ്പോൾ നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മളൊരു ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്ത് അത് flip.cart.comയിലേക്കാണ് പോയതെങ്കിൽ അത് ഫേക്ക് വെബ്സൈറ്റ് ആണ്. കാരണം ഒരു ബ്രാൻഡിന്റെ നെയിം അതുപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക .comന്റെ പിന്നിൽ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു വേണം നമ്മൾ, പ്രത്യേകിച്ച് ഈ ഒരു ഡൊമൈൻ ശ്രദ്ധിച്ചു വേണം നമ്മൾ ഒരു വെബ്സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്യണോ വേണ്ടേ എന്നൊക്കെ ചിന്തിക്കാൻ. ഈ ഒരു കാലത്ത് അതായത് ഒരു ഒറിജിനൽ വെബ്സൈറ്റിന്റെ അതേ പകർപ്പാക്കി ഒരു ഡ്യൂപ്ലിക്കേറ്റ് വെബ്സൈറ്റ് ഇറക്കാൻ വലിയൊരു പണിയൊന്നും അല്ലാത്തൊരു കാര്യം തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ കുറെ തട്ടിപ്പുകാർ ഈ ഒരു ഫീൽഡിലേക്ക് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അതായത് ഈ ഒരു ടെക്നോളജിയെ കുറിച്ച് യാതൊന്നും അറിയാത്തവരുടെ അടുത്തേക്ക് ഈ ലിങ്ക് അയക്കുകയും അവരത് തട്ടിപ്പിന് ഇരയാകുകയുമാണ് കൂടുതലായും ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴാണ് UPI ലിങ്ക് തട്ടിയെടുക്കുന്ന ഒരു സ്കീം വന്നത്. അതായത് ഇങ്ങനെ ഒരു കസ്റ്റമർ കെയർ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നു, നിങ്ങൾക്ക് 5,000 രൂപ ക്യാഷ് ബാക്ക് ഉണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ പിൻ അടിച്ച് ആ 5,000 രൂപ എടുക്കേണ്ടതാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ഒരാൾ ചിന്തിക്കും, 5,000 രൂപ എനിക്ക് ക്യാഷ് ബാക്ക് ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ അത് എടുത്തേക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ UPI പിൻ അടിക്കുകയും അതുമായി ബന്ധപ്പെട്ട ധാരാളം തട്ടിപ്പുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നമുക്ക് പൈസ ഇങ്ങോട്ട് ക്യാഷ് ബാക്ക് കിട്ടാൻ നമുക്ക് ഒരിക്കലും നമ്മുടെ UPI പിന്നോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അടിക്കേണ്ടതില്ല എന്ന് വേണമെങ്കിൽ എന്ന് നമ്മൾ ഉറപ്പായിട്ടും ആലോചിക്കേണ്ടതാണ്. അതായത് നമ്മൾ അങ്ങോട്ടേക്ക് പൈസ അയക്കാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ UPI പിൻ ഉപയോഗിക്കേണ്ടത് എന്നാണ് ഞാൻ ചുരുക്കി പറയുന്നത്. അപ്പോൾ ഒരിക്കലും ആ ഒരു ട്രാപ്പിൽ വീഴാതിരിക്കുക. പിന്നീട് നോക്കുകയാണെങ്കിൽ
OTP എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ്. അതായത് നമ്മുടെ ബാങ്ക് ക്രെഡൻഷ്യൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാനും പ്രൊട്ടക്ട് ചെയ്യാനും ഉപയോഗിക്കുന്ന സാധനമാണ് വൺ ടൈം പാസ്വേഡ് എന്നുള്ളത്. അതായത് നിങ്ങളിപ്പോൾ ഒരാൾ വിളിച്ചിട്ട് ഞാൻ പോലീസാണ്, നിങ്ങൾ എനിക്ക് OTP പറഞ്ഞു തരണം, അതല്ലെങ്കിൽ ഞാൻ ബാങ്കിൽ നിന്ന് വിളിക്കുന്നതാണ്, നിങ്ങൾ എനിക്ക് ആ OTP പറഞ്ഞു തരണം എന്നൊക്കെ ചോദിച്ച് വിളിക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ ആ OTP കൊടുക്കരുത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ സാധിക്കും. ആര് തന്നെ ചോദിച്ചാലും അത് നമ്മുടെ OTP, അതായത് വൺ ടൈം പാസ്വേഡ് ഒരിക്കലും പറഞ്ഞു കൊടുക്കരുത്. അതൊക്കെ നമുക്ക് വളരെയേറെ അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ്. എന്ന് വെച്ചാൽ ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നീടാണ് ഇമോഷണൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സാധനം വരുന്നത്. അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഹാക്കേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്? ഹാക്കേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു കമ്പ്യൂട്ടറിന് മുമ്പിൽ വരുന്ന ആ ഒരു വെബ്സൈറ്റ് ഹാക്ക് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ്. പക്ഷേ അത് മാത്രമല്ല ഇപ്പോൾ ഉള്ളത്. എന്ന് വെച്ചാൽ ഇമോഷണൽ ഹാക്കിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനെ ആദ്യം പഠിച്ച് നമ്മുടെ മനസ്സിന്റെ എല്ലാ സ്ഥിതിയും മാറ്റി, നമ്മുടെ ചിന്ത എന്താണ് അത് മൊത്തം മാറ്റി അവരുടേതായ ചിന്തയിലേക്ക് നമ്മളെ എത്തിക്കുന്ന രീതിയാണ് ഈ ഇമോഷണൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ അവർ പറയും, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവർ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയും. എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് ബ്ലോക്കായി പോകും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് 5000 രൂപ ക്യാഷ് ബാക്ക് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇമോഷണലി നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ ഇമോഷൻ തന്നെ മൊത്തത്തിൽ മാറ്റി നിങ്ങളെ ആ വഴിയിലേക്ക് എത്തിക്കുന്ന രീതിയാണ് ഈ ഇമോഷണൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഹാക്കർമാരൊക്കെ കാര്യങ്ങൾ നോക്കുന്നത്, കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഓണക്കാലത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് OTP ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കരുത്, ലോഗിൻ ക്രെഡൻഷ്യൽ അതായത് UPI പിൻ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കരുത്, അതായത് അൺനോൺ ലിങ്ക് വാട്സപ്പിലോ അവിടെ എവിടെയെങ്കിലും വന്നാൽ പറഞ്ഞു കൊടുക്കരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു തലമുറ എന്ന് പറയുന്നത് ടെക്നോളജിയുടെ കാലഘട്ടം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ കുട്ടിക്ക് വരെ ഇപ്പോൾ ഹാക്ക് ചെയ്യാനുള്ള രീതി ആയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അഥവാ നമ്മളിപ്പോൾ ഒരു ഹാക്കിങ്ങിന് ഇരയായി പെടുകയാണെങ്കിൽ, ഒരു സൈബർ കുറ്റകൃത്യത്തിന് ഇരയായി പെടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അയ്യോ എനിക്കിത് പറ്റിപ്പോയല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യും എന്നോർത്ത് സമയം കളയാതെ 1930 എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുകയാണ് വേണ്ടത്. അതായത് എത്രയും സമയം എന്ന് വെച്ചാൽ എത്രയും വേഗം പറയാൻ പറ്റുമോ അത്രയും വേഗം പറയുകയാണ് വേണ്ടത്. അല്ല ഇപ്പോൾ അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായി മാറും. അതുമല്ല, ഈ സൈബർ ക്രൈമിന് അവരുടേതായ വെബ്സൈറ്റിൽ നമുക്ക് കേസ് ഫയൽ ചെയ്യാൻ പറ്റും. അപ്പോൾ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ പൈസ എത്രയും പെട്ടെന്ന് റിക്കവർ ആക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ മാറ്റേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി.